ഐശ്വര്യ, നമ്മുടെ വീണാമണി അല്പം മുമ്പ് എന്നെ വീണ്ടും വിളിച്ചിരുന്നു. വീണാമണി വിളിക്കുമ്പോൾ എന്നോട് പറയും, സാർ ഫോണ് ടാപ്പിഡാണ് എന്ന്. അപ്പോൾ എനിക്ക് ചെറിയ പേടി വരും. കാര്യം ഞാനും ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു നമ്പറുകാരനാവുമോ? എൻ്റെ ഈ ഫോണും ഹിറ്റ് ലിസ്റ്റിൽ പെട്ടതായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പാവങ്ങളാണ്. നമ്മളൊക്കെ കയറി പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ വല്ല ഹിറ്റ് ലിസ്റ്റഡ് പോലീസിൻ്റെ അതിലൊക്കെ നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നോട് വീണാമണി പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ, സാർ ഞാൻ നാട്ടിലുണ്ട് പക്ഷെ വീട്ടിൽ പോയില്ല. മീൻസ് കണ്ണൂരുണ്ട്, ഞാൻ വീട്ടിൽ പോയില്ല. അപ്പോൾ നിങ്ങൾ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, സാർ ഞാൻ പറയാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. സാർ, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ ചിലപ്പോൾ ഈ ഒരു കേസിൽ മാത്രമേ ആയിരിക്കുകയുള്ളൂ പ്രതി. എങ്ങനെ? അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ഈ അപകടം മരണപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറാണ്. ഒരു വേള അവനിപ്പം നാട്ടിൽ പോലും കാണാനില്ലെന്നാണ് പറയുന്നത്. ഇവർ കൂടെ കണ്ണൂർ കളക്ടറേറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സാർ അയാൾ ഈ ഒരു കേസിൽ പ്രതിയാവുള്ളൂ. പക്ഷെ ഡോക്ടർ, അയാളുടെ പേര് പ്രജീഷ് എന്നല്ല, ഡോക്ടർ പ്രജിത്ത്. ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ ഒരു കുറ്റക്കാരനാണ് സാർ. അയാൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് അയാൾ കുറ്റക്കാരനുള്ളത്? അയാളില്ല. അയാൾ എവിടെയാണ്? അയാളെ കുറിച്ച് അറിവില്ല. അയാൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ഇല്ല, വരുന്നില്ല അയാൾ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് വീണാമണി കുറ്റക്കാരനാകുന്നതെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ്, സാർ ഈ പാർട്ടിയുടെ CPM എന്ന പാർട്ടിയുടെ നിരവധി കൊലപാതക കേസുകൾ അയാൾ ആത്മഹത്യയാക്കിയിട്ടുണ്ട് സാർ. അപ്പൊ അയാൾ എന്തുമാത്രം കുറ്റത്തിന് അയാൾ എന്തുമാത്രം കേസുകളിൽ ഏർപ്പെടേണ്ടതാണ് സാർ. അത് ശരിയല്ലേ? ഉറപ്പായിട്ടും ശരിയാണ്. അത് വീണാമണിയെ പോലെ നിങ്ങൾ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അല്ല, വീണാമണിയെ പോലെ അത് ഇത്രയും ആധികാരികമായി പറയാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന് തന്നെ പറയാൻ. തീർച്ചയായിട്ടും. അവരുടെ ഭർത്താവിന്റെയും അതേ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്നു മുതൽ CPMന്റെ, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അയാൾ അടങ്ങുന്ന CPMന്റെ ഭരണസമിതിയിലേക്ക് എന്നു മുതൽ വന്നു, അന്നു മുതൽ CPMന്റെ കണ്ണൂരത്തെ കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കി മാറ്റാൻ അവർക്കൊരു മറയാണ്. ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നതിന് മുമ്പ് 3 കൊലപാതകം നടന്നു എന്നാണ് പറയുന്നത് വീണാമണി. 3 കൊലപാതകം നടന്നു. അത് 3 കൊലപാതകമാണ്, പാർട്ടി പ്ലാൻ ചെയ്ത് കൊന്നതാണ്. എന്നിട്ട് അത് 3 ആത്മഹത്യയായി. ഇത് വീണാമണി ചുമ്മാ പറയുന്നത്. റീസെന്റ് ആയിട്ട് ഈ മരണത്തിന് തൊട്ട് മുമ്പ് 3 കൊലപാതകം നടന്നു. ഈ 3 കൊലപാതകവും അവര് ഇതും ഈ മാഫിയ ബന്ധങ്ങളിൽ പെട്ടത് തന്നെയായിരുന്നു. ഏത് തലമായിരുന്നാലും പാർട്ടിക്ക് ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്. ആ ഹിറ്റ് ലിസ്റ്റില് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞിട്ടില്ലേ, അനഭിമതരായിട്ടുള്ളവരെ. കാര്യം നിഗൂഢതയാണ്, സർവ്വതും നിഗൂഢതയാണ്. ഇപ്പൊ ഡോക്ടർ അവിടെ വരുന്നില്ലെന്ന് പറയുന്നു. ചിലപ്പോ ഈ ഡോക്ടർ കൊല്ലപ്പെട്ടേക്കാം, ഷംസുദ്ദീൻ കൊല്ലപ്പെട്ടേക്കാം. കാര്യം പാർട്ടിക്ക് ആവശ്യം ഡോക്ടർ ചിലപ്പോ ഈ പറയുന്നത് പോലെ ഈ വലിയ ഡോക്ടർ ഒരു വേള ആത്മഹത്യയായിട്ടോ, ഡോക്ടർ ആത്മഹത്യ ചെയ്തു, ഒരു ചോദ്യചിഹ്നം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എങ്ങനെ? അതും അണ്ടർസ്റ്റുഡ് ആവും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം മുതൽ ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ പോലും പരസ്പരം വിശ്വാസമില്ലാത്തവരാണ്. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് ചിലപ്പോൾ ഒരു ക്ലീശയാണെന്നിരിക്കും, എങ്കിലും P കൃഷ്ണപിള്ള എങ്ങനെ മരിച്ചത്? P കൃഷ്ണപിള്ളയെ പാമ്പ് കൊത്തി മരിച്ചെന്നാണ് പറയുന്നത്. പാമ്പ് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലവും ആയിരുന്നില്ല P കൃഷ്ണപിള്ള പോയ സ്ഥലം. അതുപോലെ അഴിക്കോടൻ രാഘവൻ എങ്ങനെയാണ് മരിച്ചത്? അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പം ഈ പാർട്ടി ഉണ്ടായത് മാർക്സ്, ഏംഗൽസ്, ലെനിൻ എന്നിങ്ങനെയുള്ള നേതാക്കൾ, സ്റ്റാലിൻ എന്നീ നേതാക്കളുടെയൊക്കെയാണ്. ഇവരുടെയൊക്കെ അന്ത്യം എങ്ങനെയെന്നറിയോ? ഇവരുടെയൊക്കെ അന്ത്യവും കൊടും വിഷം ഉള്ളിച്ചെന്ന് മരിച്ചവർ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി അങ്ങനെയാണ്. അല്ല, ഈ ഡോക്ടർക്ക് ഇനി തിരിച്ചു വന്നാൽ പോലും ഡോക്ടർ ഇനി വെളിച്ചത്ത് വരത്തില്ല. ഇവര് വന്നാൽ ഇവര് തന്നെ കൊല്ലും. ഈ കേസ് ഉറപ്പായിട്ടും കേസ് ഫേസ് ചെയ്യേണ്ടി ഇവര് വരും. ഈ കേസ് ഫേസ് ചെയ്യണമെന്നല്ല വീണാമണി എന്നോട് പറഞ്ഞ ആ ഡോക്ടർ ഇനി വെളിച്ചത്ത് വരില്ല. ആ ഡോക്ടർ വെളിച്ചത്ത് വന്നാൽ തന്നെയും അദ്ദേഹം അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ. കാര്യം അദ്ദേഹത്തിന് പേടിയുണ്ട്, അദ്ദേഹത്തിന് തന്നെ പേടിയുണ്ട്. അദ്ദേഹം ഇവരെ സംരക്ഷിക്കാനായി ചെയ്തെന്നുള്ള അദ്ദേഹം ഇപ്പൊ പേടിക്കുന്നുണ്ട്. കാര്യം ഈ പാർട്ടി അങ്ങനെയാണ്. നിഗൂഢ കണ്ണൂര് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്കാരുള്ളത് കൊണ്ടാണ് ആ ഏറ്റവും കൂടുതൽ നിഗൂഢത അവർ പേടിക്കുന്നത്. തിരുവനന്തപുരത്തോ പത്തനംതിട്ടയോ ഇങ്ങേറ്റോ എറണാകുളത്തോ വരെയോ അങ്ങനെ ഒരു ചതിപ്രയോഗം നടക്കില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പാർട്ടി അത്ര കണ്ട് ഇവിടെ വേരോട്ടം ഉണ്ടാവാത്തതുകൊണ്ടാണ്. പക്ഷെ വേരോട്ടം ഉണ്ടായി എന്ത് പറ്റി? ഇപ്പൊ കല്യാശ്ശേരി പോകും, പിന്നെ മട്ടന്നൂര് പോകും, പിന്നെ ഈ പറയുന്ന തൃക്കരിപ്പൂർ. എന്തിന് CPMന്റെ ഇപ്പൊ K സുധാകരൻ ജയിച്ചിരിക്കുന്നത്?
കെ സുധാകരൻ അവിടെ വെണ്ടുട്ടായിലാണ് കൊണ്ടുപോയി ഇത് വെച്ചിരിക്കുന്നത്. വെണ്ടുട്ടായി എന്ന് പറയുന്ന സ്ഥലം തന്നെ വെണ്ടുട്ടായി ബാബു കണ്ണൂരിൽ പോയി ആ പയ്യന്റെ അമ്മയായിട്ട് ഇന്റർവ്യൂ നടത്തിയാണ് ഐശ്വര്യ. അമ്മയായിട്ടും അതെ, വെണ്ടുട്ടായി ബാബുവിന്റെ ഭാര്യയായിട്ടും അതെ. വെണ്ടുട്ടായി ബാബുവിനെ കൂടെ കൊണ്ട് നടന്ന ചെറുപ്പകാലം മുതൽ ഈ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയം മുതൽ പിണറായിയുടെ ബോഡി ഗാർഡായിട്ട് നടന്ന ആളാണ് വെണ്ടുട്ടായി ബാബു. അത്രയും വർഷങ്ങള് വെണ്ടുട്ടായി ബാബു പിണറായിയുടെ ഒരു എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് തെറ്റിക്കഴിഞ്ഞപ്പോൾ 48 വെട്ടാണ് ആ മനുഷ്യനെ വെട്ടിയത്, വെട്ടി നുറുക്കിയത്. അത് കഴിഞ്ഞിട്ട് രമിത്തിനെ കൊന്നപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയാണ്. രമിത്തിനെ കൊന്ന ദിവസം രമിത്തിനെ ബൈക്കിൽ നിൽക്കുമ്പോഴാണ് ആ ചെക്കനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് നോർമലി നമ്മുടെ ഇവിടെ ഒരു മരണം നടന്നു, നമ്മുടെ കടകളൊക്കെ അടക്കും ഒരു മരണം നടക്കുമ്പോൾ. പക്ഷെ അന്ന് അടച്ച കടകൾ തുറപ്പിച്ചിട്ട് ഇവർ പറഞ്ഞത് ഇന്ന് തുറക്കാത്തവനൊന്നും ഇനി തുറക്കില്ല എന്നാണ് പറഞ്ഞത്. അതെ, എന്നുവെച്ചാൽ രമിത്തിന്റെ മരണം ഒന്നും ആകാതെ വിട്ടുകളഞ്ഞു. അതുപോലെ അച്ഛനെയും മകനെയും ഒക്കെ കൊന്നു തള്ളിയ ആ വെണ്ടുട്ടായിലാണ് ഇപ്പോ കെ സുധാകരൻ കൊണ്ടുപോയി കോൺഗ്രസിന്റെ ഈ പറയുന്ന ഇവരുടെ കൊലപാതക രാഷ്ട്രീയത്തിനെ എതിർത്ത് ഇത്രയും ഇങ്ങനെയുള്ള കൊലപാതകം നടന്ന ആ സ്ഥലത്താണ് നമ്മുടെ കെ സുധാകരൻ കൊണ്ടുപോയി. അതൊരു ഭയങ്കര വലിയ ജയം തന്നെയാണ്. അവിടെ മുതൽ CPM കിട്ടി തുടങ്ങി. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഈ ജില്ലകൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പെരിയയെ കുറിച്ച് സംസാരിച്ചു. കാസർഗോഡ് പെരിയ എന്ന് പറയുന്നത് കാസർഗോഡ് സിറ്റിയിൽ നിന്ന് അധികം പോകാത്തൊരു സ്ഥലമാണ്. നമ്മുടെ ബാലകൃഷ്ണൻ പെരിയ എന്നൊക്കെ പറഞ്ഞ ചേട്ടനുണ്ട്, അറിയാമല്ലോ, ഈ അവരുടെയൊക്കെ നാടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അതൊരു പക്ക ഗ്രാമപ്രദേശമല്ല. കാസർഗോഡ് എന്ന് പറയുന്ന അവരുടെ പാർട്ടി ഗ്രാമത്തിലെ 2 കോൺഗ്രസ്സുകാരെ ആശയപരമായിട്ട് കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവർ ഈ പാർട്ടി അവിടെ വളർത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ കൊന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ ഡോക്ടർ, നമ്മൾ വീണ്ടും ഡോക്ടർ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്, ഈ ഡോക്ടർ ഒരു വേള ഭയക്കുന്നുണ്ട്. തനിക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ പോലും ഈ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ വീണാമണി പറഞ്ഞതുപോലെ ഡോക്ടർ കൊല്ലപ്പെടുമെന്ന എനിക്ക് നന്നായിട്ടുണ്ട്. ഈ കേസിന്റെ വഴിനീളം നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുവേള ഇപ്പോഴല്ലെങ്കിലും ഇനി എങ്കിൽ നമുക്ക് കേൾക്കേണ്ടി വരും. കാര്യം ഡോക്ടർക്ക് മാത്രമല്ല, ശരിക്കും അവിടെ പോസ്റ്റ്മോർട്ടം, അവിടെ അവിടെ ജോലി ചെയ്യുന്ന അവിടെയുള്ള ജോലിക്കാരെ മൊത്തം നോക്കിയാലും അവർക്കും പലതും പറയാനുണ്ടാകും. പക്ഷെ അവരുടെ ജീവനിൽ ഭയന്നിട്ട് അവരാരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവര് പറയുന്നതാണോ ഐശ്വര്യ? അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ, ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ എന്ത് പറയുന്നു? അവർക്കൊന്നും പറയാനില്ല. അവർക്ക് ജീവനിൽ പേടിയാണ്. ഈ പ്രജിത്ത് തയ്യാറാക്കിയ പല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ചതിൽ പലതിലും ഇതുപോലെ വിസറയുടെ കാര്യം പറഞ്ഞിട്ടില്ല, സലൈവ് ഒഴുകിയിട്ടുണ്ടോ, ഇതൊന്നും പറയുന്നില്ല. ആത്മഹത്യയാക്കുമ്പോൾ അപ്പൊ അതിൽ നമുക്ക് പറയാനുള്ള ഇവൻ സലൈവ് ഒഴുകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാത്തൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് എന്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്? എന്നോട് പാണ്ഡ്യാല ഷായിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിന്റെ രീതി, കെട്ടിത്തൂക്കലിന്റെ രീതി പോലും അവർക്ക് അവിടെ പുറകിൽ നിന്ന് മനുഷ്യൻ അറിയത്തു പോലുമില്ല. കുഴയിട്ട് പുറകെ കൂടെ ഇട്ട് പിടിച്ചിട്ട് കെട്ടിത്തൂക്കും, അങ്ങനെ വരെയുള്ള സംഭവം നമ്മളറിയില്ല. നമ്മളൊന്ന് പറമ്പിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പോകണമെങ്കിൽ പിറകിലൂടെ കൊടുത്തിട്ട് പിടിച്ച് കെട്ടിത്തൂക്കുന്ന പരിപാടി വരെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന അത്തരത്തിൽ പോലും നടന്നിട്ടുള്ള 3 കൊലപാതകങ്ങൾ അടുപ്പിച്ച് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവിടെ നടന്നു എന്നാണ് വീണാമണി പറഞ്ഞത്. ആ കേസുകൾ വരെ ഈ ഡോക്ടർ അങ്ങനെ ആക്കി തീർത്തു. വീണാമണി പറഞ്ഞു മാത്രമല്ല, എന്നോട് ഷായിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയത്, നമ്മൾ പരിശോധിച്ചത് വെച്ച് നോക്കുമ്പോൾ നിസാരം ഈ സലൈവയുടെ കാര്യങ്ങൾ പോലും എഴുതാണ്ട്, വിസറയുടെ കാര്യങ്ങൾ എഴുതാണ്ട് പലതിൻ്റെയും ഈ കെമിക്കൽ എക്സാമിനേഷന് കൂടുതൽ പുറത്തേക്ക് അയച്ചിട്ടില്ല. അപ്പോൾ അത് ഒരിക്കലും കംപ്ലീറ്റഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാകരുത് എന്നുള്ളതാണ് എൻ്റെ ഉദാഹരണമാണ്. എങ്ങനെ ക്രൈം അല്ല, അതായത് ഈ മരിക്കപ്പെട്ട ആള് ഒരു ക്രൈമിലൂടെ അല്ല മരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എഴുതുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുമ്പോഴും കുറച്ച് കോളംസ് ഇത് നമ്മൾ പാലിക്കാനുണ്ട്. പക്ഷെ അതിലെ പല കോളങ്ങളും എംറ്റിയാണ് പ്രജിത്ത് ചെയ്തിരിക്കുന്നതിന്റെ. അപ്പൊ അതിൽ തന്നെയുണ്ട്, അതിൽ തന്നെ ആ കള്ളത്തരമുണ്ട്. ഏതായാലും ഇങ്ങനെ നിറയെ കള്ളത്തരം ചെയ്ത പ്രജിത്തിനെ ഇപ്പൊ അവിടെ കാണാനില്ല. ഒരു ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോ അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ വന്ന ഒരു കാറിൽ അദ്ദേഹത്തിനെ പിടിച്ചിട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞു, ഒരു മഹീന്ദ്ര വണ്ടിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവരെ കുറിച്ച് ഷംസുദ്ദീൻ അറിയാമായിരിക്കും. ചിലപ്പോൾ ഷംസുദ്ദീന്റെ നീക്കങ്ങൾ നമുക്ക് സംശയം തന്നെയുണ്ട്. മുൻകൂട്ടി അറിയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടുപോയത് അവൻ കണ്ടിട്ട് അവൻ മിണ്ടാതെ പോവുകയോ ചെയ്തു എന്നുള്ളത് സത്യമാണ്. കാര്യം അവർ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, സർ ഈ കേസിൽ ഡ്രൈവർ ഷംസുദ്ദീന് ചിലപ്പോൾ ഇത് ആദ്യത്തെ കേസായിരിക്കും,
പക്ഷെ നിരവധി ഇത്തരത്തിൽ കൊലപാതക CPM-ന്റെ കൊലപാതക ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു പ്രജിത്ത് കലവറ ഒരുപാട് കേസുകൾ. കാര്യം CPM ഭരിക്കുന്ന ഒരു ആശുപത്രി, CPM-ന്റെ ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിലും ഗവൺമെന്റ് ആശുപത്രി എന്ന പേരേ ഉള്ളൂ, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആശുപത്രി. കുറെ പിന്നെ ആ CPM-ന്റെ ഇതിലിപ്പോൾ ഇയാളെ പോലെ നിയമിതരായ കുറെ ഡോക്ടേഴ്സ്, കുറെ നഴ്സുമാര്, കുറെ മറ്റങ്ങനെയുള്ള ഓഫീസ് അസിസ്റ്റൻസ്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രജിത്ത് നിരവധി CPM-ന്റെ പ്രജിത്ത് എന്ന ഡോക്ടർ പ്രജിത്ത് എന്നാണ് നമുക്ക് പേര്, നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം നിരവധി CPM-ന്റെ കണ്ണൂർ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കത്തക്ക രീതിയിൽ വെൽ പ്രിപ്പയർഡ് ആയ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാ പറയുന്നത്. നമ്മള് മഞ്ജുഷ പറയുന്നത് പോലെ തെളിവുകൾ പ്രിസർവ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഷംസുദ്ദീന്റെയും പ്രജിത്തിന്റെയും ജീവൻ കൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും ഈ കേസിന്റെ വിജയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ടാണ് വീണാമണി വിളിച്ചിട്ട് പറഞ്ഞത്, സാർ ഇതുകൂടെ ഒന്ന് പറയണം സാർ. കാര്യം അവര് ജീവിച്ചിരുന്നില്ലെങ്കിൽ ഈ കേസൊക്കെ ചിലപ്പോൾ എങ്ങും എത്താതെ പോകും. കാര്യം ഇതിന്റെ ഒരു അറ്റത്ത് അവരും വരും. അവരേ ഉള്ളൂ നമുക്ക് ഇനി ഒന്ന് ലീഡ് ചെയ്ത് പോകാനായി. പ്രശാന്തൻ പൊളിഞ്ഞു. പ്രശാന്തന്റെ എല്ലാ നീക്കങ്ങളും പൊളിഞ്ഞു. പ്രശാന്തൻ എഴുതിയ കത്ത് പോയി, പ്രശാന്തന്റെ കൈക്കൂലി നാടകം പൊളിഞ്ഞു. അപ്പോ അങ്ങനെ എല്ലാം പൊളിഞ്ഞപ്പോഴത്തേക്കും ഇനി അടുത്ത പൊളിയാനുള്ള ചില നീക്കങ്ങൾ ഇവരിലൂടെയും ഉണ്ട്. അതുകൊണ്ട് ആ നിഗൂഢ നീക്കങ്ങൾ അറിയാവുന്ന ഇവരെ കൂടെ നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കണം. ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഒരു വേള ഇവരെ ചെയ്തത് തന്നെയാണ്. കാര്യം ഇവരെല്ലാം രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ്. അതുകൊണ്ട് അവരെ എന്തും ഈ പാർട്ടി ചെയ്യാം. നന്ദി, നമസ്കാരം.